മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ജ്വല്ലറിക്കാരാണെങ്കിൽ ഈ ഒരു മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കിരൺ പറയുന്നുണ്ട്, അതിന് എൻ്റെ മുത്തശ്ശനാണെങ്കിൽ എത്ര എതിരാളികൾ വന്നാലും എന്തായാലും അവർ കാണിക്കുന്ന കണക്കുള്ള തറവേലയൊന്നും മുത്തശ്ശൻ കാണിക്കത്തില്ല. മുത്തശ്ശനാണെങ്കിൽ കുറച്ച് മാന്യമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് നേർവഴി പോയിട്ടാണെങ്കിലും ഒരു കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് കുറച്ച് വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയും കല്യാണിയാണെങ്കിൽ ഇപ്പോൾ ജ്വല്ലറിയുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അവരെ ആണെങ്കിൽ നിരന്തരം കാണേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കിരണാണെങ്കിൽ നമ്മൾ നയനടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഈ അലച്ചിൻ്റെ ഇടയിൽ നീ കുഞ്ഞിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ വിട്ട് കളയരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗംഗാപ്രസാദ് മരിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം മനസ്സമാധാനം ഇല്ലേ, അത് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ യഥാർത്ഥത്തെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു വട്ടമല്ല രണ്ട് വട്ടമാണ് അവർ ആദർശേട്ടനെ ചതിയിൽപ്പെടുത്താൻ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും കല്യാണി ഇൻറ്റീരിയർ വർക്കുമായിട്ട് ജ്വല്ലറിയിൽ പോകുന്ന സമയത്ത് ഞാനും കൂടെ പോവാം. പിന്നെ ഇപ്പോൾ അയാളും അവിടുത്തെ ഡേവിഡുമായിട്ടാണെങ്കിലും ഞാനും നല്ല കമ്പനിയിലാണ്, കുറച്ചും കൂടെ അയാളുമായിട്ട് അടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണല്ലോ നമ്മൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഞാനും നീയുമായിട്ട് എന്തായാലും അടുപ്പമുണ്ടെന്നുള്ള കാര്യമൊന്നും അവരറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, അങ്ങനെ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെയും കല്യാണിയുടെ എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ദേവേനയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജലജയാണെങ്കിൽ ദേവേനെ കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവേനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ പുറത്തോട്ട് പോകാൻ വേണ്ടി വന്നിട്ട് എന്നെ കണ്ടപ്പോൾ നീ റൂമിലോട്ട് പോകുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി വന്നതല്ല, ഞാൻ അടുക്കളയിലോട്ട് പോകാൻ വേണ്ടി വന്നതാണ്, ഏട്ടത്തിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ദേവേനി പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജലജയാണെങ്കിൽ ദേവേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മരുമോളാണെങ്കിൽ അവിടെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കും, അവിയാണെങ്കിൽ ആ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോയേന് എന്ന് പറയുന്നുണ്ട്. അപ്പം അവളെ വിളിച്ചിട്ടാണെങ്കിലും അവി നിന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ ദേഷ്യവും കൂടെ ആയിട്ട് നവ്യ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവൾ ചോദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തക്കതായ മറുപടിയൊക്കെ പറയാൻ അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ദേവ്യാനിയാണെങ്കിൽ. പിന്നെ ആ സമയത്ത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അബിയും ചന്തുമോളും വരുന്നുണ്ട്. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, മോൾ അങ്ങോട്ട് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് അല്ലല്ലോ ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു മോൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അബിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടാണെങ്കിൽ അകത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ആഹാ ചെറിയച്ഛനുമായിട്ട് പുറത്തൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചന്തമോളെടുത്താണെങ്കിൽ നമ്മൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ചെറിയച്ഛൻ എല്ലാവർക്കും വാങ്ങി തന്ന മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ജലജ ചോദിക്കുന്നുണ്ട്, ആഹാ അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ലല്ലോ ഇട്ടിരിക്കുന്നത്, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി തന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആഹാരം കഴിച്ചിരുന്ന സമയത്ത് അപ്പം തന്നെ കുഞ്ഞാണെങ്കിൽ എല്ലാം മുറ്റി ചെയ്തെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഡ്രസ്സ് ഫുൾ അഴുക്കായ സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മോൾക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചന്തമോളാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛനെയും അമ്മയും കണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങളാണെങ്കിൽ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ പോയതല്ല, യാദർച്ഛയായിട്ടാണെങ്കിൽ കണ്ടയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയുടെ അടുത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, അമ്മ എന്തായാലും മോളെ ഒന്ന് പിടിക്കാൻ പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, കുഞ്ഞ് ഛർദ്ദിച്ചത് തന്നെ, ഞാൻ അവളെ കുളിപ്പിക്കാതെ ഒന്നും ഞാൻ എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ദേവേനി പറയുന്നുണ്ട്, എറി കൊച്ചിനെ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ജലജാണെങ്കിൽ ആ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് പിടിക്കാത്ത ഫുഡ് കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവേനി ചോദിക്കുന്നുണ്ട്, നീ മനഃപൂർവ്വം കുഞ്ഞിനാണെങ്കിൽ വയറ്റിന് പിടിക്കാത്ത ഫുഡാണോ വാങ്ങിക്കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഭി പറയുന്നുണ്ട്, ഇല്ല അമ്മായി ഞാനാണെങ്കിൽ നല്ല ഫുഡ് നല്ല ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, ഇല്ല അമ്മായി നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത, മോൾക്ക് ഇഷ്ടപ്പെട്ട മോളെല്ലാം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോക്കാണെങ്കിൽ ഫുഡ് കാണുമ്പോൾ ഇച്ചിരി ആർത്തി കൂടുതലാന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവേനി പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം നീ പറയണ്ട, മോക്കാണെങ്കിൽ ചില സമയത്തൊക്കെ ഫുഡാണെങ്കിൽ നിർബന്ധിച്ചൊക്കെയാണ് കൊടുക്കുന്നത്, നീ കൊണ്ടാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ജലജയാണെങ്കിൽ ചന്തുമോളെ കൊണ്ടാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ദൈവമേ ഇവള് കാണിക്കുന്നതിനെല്ലാം ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ നമ്മളെ ദേവ്യാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ വഴി വെച്ച് ഏട്ടനും ഏട്ടത്തെയും കണ്ട സമയത്താണെങ്കിൽ പറഞ്ഞായിരുന്നു അവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ, അവരില്ലാത്തതുകൊണ്ട് ഈ വീടിൻ്റെ താളമൊക്കെ തെറ്റി കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ദേവേനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അതിനെ അങ്ങനെ പറഞ്ഞേ? അപ്പം അവി പറയുന്നുണ്ട്, അത് ശരിയല്ലേ അമ്മായി, അവരില്ലാത്തതുകൊണ്ടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു താളം തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ദേവേനി പറയുന്നുണ്ട്, അവരില്ലാത്തതിൻ്റെ കുറവാണെങ്കിൽ നിനക്കും നിൻ്റെ അമ്മയ്ക്കും ആണെങ്കിൽ അത് ഭയങ്കര സന്തോഷമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പറയുന്നുണ്ട്, മുകളിലൊരു വ്യക്തി കാത്തിരിപ്പുണ്ട് ചെല്ലാൻ പറയുന്നുണ്ട്, അവളിപ്പം അവക്കിനി കൊടുക്കാനുള്ള മറുപടികളും നീ കൊടുക്കാൻ പറയുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അഭി പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മായി ഞാൻ മുകളിലോട്ട് പോകാത്തത്, അവളിപ്പോൾ എന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ ഇപ്പം മിക്കവാറും വലിച്ച് കീറുമെന്നൊക്കെ പറയുന്നു. കുറച്ചൊന്ന് ശാന്തമാവട്ടെ, അതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ
ദേവയാനി പറയുന്നുണ്ട് അത് വേണ്ട, നീ ഇപ്പം തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്കുള്ള മറുപടി നീ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഭി പറയുന്നുണ്ട് അവൾ വിളിച്ച സമയത്ത് ഞാൻ കേൾക്കാതെ പോയത് അമ്മായിയും കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് മറുപടി അവൾക്ക് പറയേണ്ടത്, ഇങ്ങനെ പോയി കഴിഞ്ഞാലാണെങ്കിൽ അവൾ എല്ലാ സത്യങ്ങളും എത്രയും പെട്ടെന്ന് അറിയുമെന്നൊക്കെ പറയുകയാണ്. നമ്മൾ ദേവേനി പറയുന്നുണ്ട് അറിയുന്നെങ്കിൽ അറിയട്ടെ, അപ്പോൾ അത് വെച്ച് ഇപ്പോൾ അവൾ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്കോ എൻ്റെ മോനിക്കോ എൻ്റെ മരുമക്കോ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 24 മണിക്കൂർ എൻ്റെ മോൻ്റെ പിറകെ പോകുന്ന നയനയാണെങ്കിൽ അവൾ എപ്പോൾ നോക്കിയാലും അവൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ മോനെയും അവൾ അതേപോലെ തന്നെ അവൾ ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇവിടെ കേട്ടിട്ടാണ് ഇവിടെ പലരും സഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നിന്നെയും നിൻ്റെ അമ്മയാണെങ്കിലും സംരക്ഷിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, വേണമെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാന്നേ ഉള്ളൂ. പിന്നെ നിൻ്റെ ഒന്നും സ്വഭാവമല്ല ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യങ്ങളും നമ്മയെ അറിയിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളെ മുമ്പിൽ നീയും നിൻ്റെ അമ്മയും കിടന്ന് ഇതേണക്ക് തന്നെ കിടന്ന് ശ്വാസം മുട്ടുന്ന കാണുമ്പോൾ അവളായിട്ട് തന്നെ എന്തായാലും കണ്ടുപിടിക്കട്ടെ ചന്തുമോള് നിൻ്റെ മോളാണെന്നുള്ള കാര്യമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേവേനി പറയുന്നുണ്ട് ചെല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്, അവളെ മുമ്പിലോട്ട് നീ ചെല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഭിയാണെങ്കിൽ പറയുന്നുണ്ട് രാക്ഷസി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ, എന്തായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിയാണെങ്കിൽ നേരെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഭി നവ്യെന്ന് വിളിക്കുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് നീ ഒരുത്തിയായിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയ സമയത്ത് ഞാൻ വിളിച്ച നീ കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അഭി പറയുന്നുണ്ട് ഇല്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പറയുന്നുണ്ട് ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനം മാത്രം നിൻ്റെ ചെവിക്കുറ്റി അടിച്ച് ഞാൻ കറക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്യാനാണെങ്കിൽ ആ കുഞ്ഞ് നിൻ്റെ ആരാടാ, നിൻ്റെ മൂത്തമ്മായി പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നിനക്ക് സാമ്യമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട് നീ എന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട് പിന്നെ നീ നിൻ്റെ അമ്മ എന്താടാ ആ ചന്തുവിൻ്റെ അടുത്ത് ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, ഞാനാണെങ്കിൽ കാണാൻ പറ്റാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട് നിനക്കിപ്പോൾ എൻ്റെ അവസ്ഥ അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട് അതിനിപ്പോൾ നിൻ്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം, നിനക്ക് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അവസ്ഥയ്ക്ക് ഞാൻ ജ്വല്ലറിയിലാണെങ്കിൽ നിനക്കൊരു ജോലി മേടിച്ച് തരാമെന്ന്, ഇപ്പോൾ അതിനുള്ള ഒരു ശേഷിയും കാര്യങ്ങളും ഒരു ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ ഒന്നും അറിയാത്തടങ്ങ് പറയുന്നുണ്ട് അവർ നമ്മളെ ശത്രുക്കളല്ലേ എന്ന് നിൽക്കുന്ന സമയത്താണ് നവ്യ പറയുന്നുണ്ട് അതിനിപ്പോൾ ശത്രുക്കളായാലും എന്താ കുഴപ്പം, അവരെ തന്നെ നീ ജോലി ചെയ്യണം, നിനക്കിപ്പോൾ ഇവിടെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ അനന്തപുരിയിലെ ട്രസ്റ്റിൽ ഒരു അംഗമാണെന്നും പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും അവരെ കീഴിൽ കഴിയാൻ പറ്റും, നമുക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു നിലയും വിലയൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നവ്യ പറയുന്നുണ്ട് അതൊക്കെ വിട്, ഞാനൊരു കാര്യം ചോദിക്കണം, നല്ലൊരു വഴി നിൻ്റെ മുമ്പിലുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക, നീ ആണെങ്കിൽ വഴിതെറ്റി വന്നിട്ട് കൊച്ചിൻ്റെ പിറക്കെ ഇങ്ങനെ നടക്കുന്നത്, അതിനെ കൊണ്ട് പുറത്തൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഭി പറയുന്നുണ്ട് അത് ഇപ്പം നയനെ ആദർശമൊന്നും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ആ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്കൊരു സഹതാപം തോന്നിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് നിനക്ക് കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, ഇരിക്കുന്നത് നിൻ്റെ കൊച്ചു, കുഞ്ഞിനെ ഒരുക്കി ഇരിക്കുക, ഞാൻ റെഡി ആയിട്ടിരിക്കുക, അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ നമുക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിലും പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ നവ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നവ്യ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ വന്നതെങ്കിൽ ഇനിയിപ്പോൾ പുറത്തോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ കുഞ്ഞ് ഇപ്പം എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞാണെങ്കിൽ നാടൊക്കെ കണ്ട് വളരണമെന്ന്, അതും എനിക്കും ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം നിൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഞങ്ങളെ കൂടെ നിന്ന് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട് ശരി വാ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നവ്യ പറയുന്നുണ്ട് ഒരുത്തനാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയിട്ടുണ്ട്, അതിനാണെങ്കിൽ പല കാരണങ്ങളും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി നടക്കുന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഭി പറയുന്നുണ്ട് അത് നവ്യക്കാണെങ്കിൽ പുറത്തോട്ട് പോകണമെന്ന് പറയുന്ന അമ്മായി അങ്ങനെ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ ചന്തുമോളുണ്ട് അവളെയും കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അമ്മായി ചന്തുമോളാണെങ്കിൽ ഇവൻ കൊണ്ടുപോകേണ്ട ആവശ്യം എന്തുവാന്നൊക്കെ ചോദിക്കുക. അതാണ് നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മായി ആ കൊച്ചിനെ ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോകേണ്ടതും കൂടെ താമസിപ്പിക്കേണ്ടതൊക്കെ ആണെങ്കിൽ ആദർശേട്ടനല്ലേ അല്ലാതെ അഭിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ തോന്നാത്തത്, അതെന്താ അവൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അഭി പറയുന്നുണ്ട് നീ ആണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി നിന്നില്ല, ഇനിയിപ്പോൾ അമ്മായിട്ടാണെങ്കിൽ ഉടക്കാൻ വേണ്ടി നിൽക്കണം, നീ കൊണ്ട് പുറത്തോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ പുറത്ത് പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നവ്യ പറയുന്നുണ്ട് അവനിക്ക് എന്തായാലും പുറത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് പുറത്ത് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും പുറത്തോട്ടൊന്നും പോകണ്ടേ, എൻ്റെ കുഞ്ഞിനാണെങ്കിൽ പുറം ലോകമൊന്നും കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തായാലും നമ്മൾ ദേവയാനി പറയുന്നുണ്ട് പുറത്തൊക്കെ പോകണം, ഭാര്യയുടെയും മക്കളെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെയ്യാനുള്ള കടമകളും കൂടെയൊക്കെ മറന്നു പോരുതെന്നൊക്കെ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യാണെങ്കിൽ ചൂടായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇവനിക്ക് ജോലി ഇല്ലെന്നുള്ള കാര്യം സത്യം, അതുകൊണ്ടാണല്ലോ നിങ്ങളും എല്ലാവരും ഇവൻ്റെയും ഇവൻ്റെ അമ്മയുടെയൊക്കെ തലയിലാണെങ്കിൽ കയറിയിരുന്ന എല്ലാവരും ആണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അതെന്തായാലും അധികം നാൾ പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും നവ്യ നിൻ്റെ അടുത്ത് അടികൂടാനും വഴക്കിനൊന്നും ഞാനില്ല, ഈ
വീട്ടിലാണെങ്കിൽ ഒരു ബുദ്ധി ഉദിക്കാത്തൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞേനെ, ആൾക്കാരെയൊക്കെ നീ മനസ്സിലാക്കിയേനെന്നൊക്കെ പറയുന്നുണ്ട്. അതും എൻ്റെ മോനെയാണെങ്കിലും നിൻ്റെ അനിയത്തിയാണെങ്കിലും നീ മനസ്സിലാക്കിയേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അമ്മായിയുടെ മോനാണെങ്കിൽ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസത്തിനാണെങ്കിലും കൂട്ടു നിൽക്കുന്നവൾ അവൾ. അതിൻ്റെ ഒരു ദേഷ്യം മാത്രമേ എനിക്ക് അവളത്തുള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും അമ്മായിയുടെ മോനാണെങ്കിൽ അവളെ കാലിൽ പോയിട്ട് പൂജിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണക്കൊരു പെണ്ണിനെ കിട്ടിയത്, അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്നും അടിയും വഴക്കും ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കോടതി കയറി ഇറങ്ങാനേ എല്ലാവർക്കും നേരമുള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അമ്മായിയുടെ മോനാണെങ്കിൽ ജയിലിലും കയറി ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, എൻ്റെ അമ്മായി ഒന്നും വിളിച്ച് പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവൻ ഇങ്ങനെ അടുത്ത് നട്ടം ചുറ്റട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദർശനെയും നയനെയും കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആദർശനെ പഞ്ചാബിയുടെ ഒക്കെ ലോക്കിലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് ഇത് ഞാനല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നയനെ പറയുന്നുണ്ട് ഈ കണ്ണാടി ഇങ്ങനെ ഇട്ടേരും, ഒരു കാരണവശാലും കണ്ണാടി മാറ്റരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും കണ്ണാടി ഇട്ടില്ലെങ്കിലും എന്നെ അങ്ങനെ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദർശാണെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് നരയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനെ പറയുന്നുണ്ട് വേണ്ട അത് ആർട്ടിഫിഷ്യലാണെന്നൊക്കെ തോന്നും, ഇപ്പം ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഡൈ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് മണ്ടന്മാരല്ലല്ലോ ജ്വല്ലറിക്കാരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരാണെങ്കിലും ഒരു തിരിച്ചടിയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ അവരിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണല്ലോ ആദർശ് പറയുന്നുണ്ട് എന്തായാലും അവർ അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല, കാര്യം വെച്ചാൽ മുത്തശ്ശനാണെങ്കിൽ സ്റ്റേറ്റ് ഫോർവേഡാണ്, അപ്പം മുത്തശ്ശനാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലെന്നൊക്കെ അവർക്ക് അറിയാം. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ചിന്തിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ 2 വട്ടമാണ് ഞാൻ അവരെ വലയിൽ ചെന്ന് വീണ് കൊടുത്തു തന്നത്, ഗൾഫിൽ വെച്ചും പിന്നെ ഇപ്പം മുംബൈയിൽ വെച്ചും ഞാനിപ്പോൾ അവർ ഇതിനകത്ത് ഞാൻ അകപ്പെട്ട് പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. ആ ഒരു ഷോക്കിൽ ഇതുവരെയ്ക്കും ഞാൻ റിക്കവർ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ്. എന്തായാലും നമ്മളാണെങ്കിൽ അവർ കളിച്ച കണക്കൊന്നും ചീപ്പ് കളിയൊന്നും നമ്മൾ കളിക്കുന്നില്ല, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചൊക്കെ നമ്മൾ കളിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ശത്രുക്കളെ കണ്ടെത്താൻ വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ ഒരു വേഷം കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ നയനെ പറയുന്നുണ്ട് കല്യാണിൻ്റെയും കിരണേട്ടൻ്റെയും ജീവിതത്തിലാണെങ്കിൽ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞെടുത്ത വേഷന്മാർ വന്നേക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് അവനൊരു ക്രിമിനൽ ആയിരുന്നല്ലോ, എന്തായാലും നമ്മളെ കിരണിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു ഡിറ്റക്റ്റീവിനെ കണക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ പിറകെ അന്വേഷിച്ച് പോയേ പറ്റത്തുള്ളൂ. എന്തായാലും ജ്വല്ലറിക്കാരാണെങ്കിൽ അവർ മനസ്സിലാണെങ്കിൽ ഇപ്പം അനന്തപുരി തറവാടാണെങ്കിലും അതുപോലെ തന്നെ മൂർത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ ജ്വല്ലറിക്കാരിലെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു തോന്നലാണെങ്കിൽ അവരൊക്കെ ആണെങ്കിൽ ശക്തിപ്പെടുത്തണമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് നയനടുത്ത് എന്തായാലും നീ ഒന്ന് മനസ്സിലാക്കണേ, വന്നവരൊന്നും എൻ്റെ ശത്രുക്കളല്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് നയന വയ്ക്കും പിന്നെയെന്ന് വയ്ക്കുമ്പം അത് മുത്തശ്ശനെ ടാർഗറ്റ് ചെയ്ത് വന്നവരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനെ ചെയ്യുന്നവരടുത്താണെങ്കിൽ ഒരു വിട്ടുവീഴ്ച പോലും ഇല്ലാത്തൊരു സമീപനമാണ് മുത്തശ്ശൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം കൊച്ചുമോനായ എൻ്റെ അടുത്ത് തന്നെ ഒരു വിട്ടുവീഴ്ചയും കാര്യങ്ങളും ഒന്നും മുത്തശ്ശൻ കാണിക്കുന്നില്ല, അപ്പോൾ പിന്നെ ബാക്കി ശത്രുക്കളെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിന്ന് തിരിച്ചടി ഉണ്ടായി ആരാങ്ങാണ്ട് നമുക്കെതിരെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഹിന്ദി സംസാരിക്കേണ്ടേ, ഹിന്ദി വല്ലതും അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എനിക്ക് ഹിന്ദിയിലൊന്നും പിടിയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട് 10-30 വർഷം കൊണ്ട് ഇവിടെ കേരളത്തിൽ ആയിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയാം, അപ്പോൾ എന്തായാലും ചെന്ന് കയറുമ്പോൾ മലയാളത്തിലൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയനെ പറയുന്നുണ്ട് കല്യാണി പറഞ്ഞ കണക്ക് വേറെ ആരെങ്കിലും വേഷം കെട്ടിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദർശ് പറയുന്നുണ്ട് അത് പറ്റത്തില്ല, കാര്യം വെച്ചാൽ ആ പോകുന്നവർക്കാണെങ്കിലും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് വിടുന്നത് അവരുടെ മനസ്സിലുണ്ടായിരിക്കത്തുള്ളൂ, പക്ഷേ ഞാൻ പോകുമ്പോൾ അങ്ങനെയല്ല. ആണെങ്കിൽ ജ്വല്ലറിയുടെ ഓഫീസിൽ ചെല്ലുന്ന സമയം തൊട്ട് എൻ്റെ കണ്ണുകളിലാണെങ്കിൽ ഒന്ന് അന്വേഷണത്തിൻ്റെ പിറകെ ആയിരിക്കും. പിന്നെ ഡേവിഡുമായിട്ടാണെങ്കിലും സംസാരിക്കുന്നതിൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചില വാക്കുകളൊക്കെ ആണെങ്കിലും അയാളെ വായിന്നൊക്കെ വീണ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊരു ബിസിനസ് ഡീലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഷെയർ മാർക്കറ്റിലാണെങ്കിലും കുതിച്ച് കയറുന്ന ജ്വല്ലറിയുടെ അവർക്ക് ഇനിയും ഒരു കുതിച്ച് കയറുന്ന രീതിയിലുള്ള ബിസിനസ്സിൻ്റെ ഡീലൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണല്ലോ ഞാൻ ചോദിക്കുന്നുണ്ട് ശരി 1-2 വട്ടമൊക്കെ ശേഷമാണ് ഡീൽ ഉറപ്പിക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാവകാശമൊക്കെ ചോദിക്കും, ആ സമയത്താണെങ്കിലും നമുക്ക് കിട്ടേണ്ട പരമാവധി കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പേരൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും, എന്ത് പേര് അവിടെ പറയാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജഗദീഷ് സിംഗ് എന്നെങ്ങാനും പേര് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടണമെന്നൊന്നും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയനെ പറയുന്നുണ്ട് എന്തായാലും നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവളും ഒരു മീശയും താടിയൊക്കെ വെച്ചിട്ട് ഒരാണിൻ്റെ വേഷത്തിൽ വന്നേനെ, എന്തായാലും മുടിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയനെ പറയുന്നുണ്ട് എന്തായാലും ആദർശൻ്റെ MD സ്ഥാനം രാജിവെച്ചതും പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയതൊക്കെ അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് എന്തായാലും അവളാണെങ്കിൽ ഇപ്പോൾ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്നെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് എന്തായാലും അവൾക്കാണ് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് എന്തായാലും അവൾ പരമാവധി നമ്മളെ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്നാൽ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് ആദർശാണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
ടൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.